ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കണം എന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ SITയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. 2 ഉദ്യോഗസ്ഥരെ അധികമായി ഉൾപ്പെടുത്താമെന്നും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, പറയൂ. ദിലീപ്, SITയിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടാണ് SIT തലവൻ ഒരു ഉപഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇന്ന് അവധിക്കാല ബെഞ്ച് അത് പരിഗണിച്ച ഘട്ടത്തിൽ 2 ഉദ്യോഗസ്ഥരുടെ SITയുടെ നിർദ്ദേശപ്രകാരമുള്ള 2 ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്താം എന്നാണ് നിലവിൽ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 5-ാം തീയതി അടുത്ത റിപ്പോർട്ട്, അതായത് കോടതി അനുവദിച്ച സമയം 5-ാം തീയതി അവസാനിക്കുകയാണ്. പക്ഷേ SITക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഓഫീസ് വർക്കുകളൊക്കെ ധാരാളമായുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് 2 ഉദ്യോഗസ്ഥരെ അധികമായി വേണമെന്നാവശ്യപ്പെട്ട SIT സംഘത്തലവൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വെക്കേഷൻ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. ആ വെക്കേഷൻ ബെഞ്ച് ആണിപ്പോൾ ഈ 2 ഉദ്യോഗസ്ഥരെ നൽകാം, അത് ഉൾപ്പെടുത്താം എന്ന് വ്യക്തമാക്കിയത്. മറ്റാരും അതിൽ എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. ദിലീപ്, ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കുന്നതിന് 2 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. SITയുടെ ആവശ്യം അത് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.